എല്ലാവർക്കും നമസ്കാരം. ആസ് എ ടീച്ചർ ആൻഡ് ട്രെയിനർ, ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരുപാട് എൻ്റെ ഈ ഒരു കരിയറിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരു ടീച്ചർ എന്ന രീതിയിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് രീതികളുണ്ട്. ഒരു ക്ലാസ്സിന് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് രീതികൾ ഫോളോ ചെയ്തു വരാറുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ക്ലാസ് റൂം കുറച്ചുകൂടെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആക്കി കുട്ടികളെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാം, എങ്ങനെ കുട്ടികളെ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം, അതുപോലെ കുട്ടികൾക്ക് എങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, കുട്ടികളെ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വന്നത് മുതൽ ഈ ഒരു ഈവനിങ് വരെയുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വൃത്തിയായിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നാണ്. എനിവേ, താങ്ക് യു എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്, താങ്ക് യു ജാസിം സാർ. നമ്മുടെ മുമ്പിൽ എത്തുന്ന വിദ്യാർത്ഥികളായാലും മറ്റുള്ളവരായാലും പരമാവധി സജീവമായി അവരുടെ മനസ്സ് കയ്യിലെടുത്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. നമ്മൾ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ്, ആക്ടിവിറ്റീസ് എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഈ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞതും ഇതിൽ വരാൻ കാരണമായതും. വളരെ സന്തോഷം തോന്നുന്നു. ഇന്നത്തെ ഒരു ദിവസം നന്നായി ഉപയോഗപ്പെട്ടതായി ആണ് ബോധ്യം. അത് ഇൻഷാ അല്ലാഹ് ഫീൽഡിലും പ്രതിഫലിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. സംഘടിപ്പിച്ചവർക്കും നന്നായി നമുക്ക് ക്ലാസ് കയറുന്ന പ്രിയപ്പെട്ട ജാസിം സാറിനും ഹൃദ്യമായി ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. രാവിലെ 10:30 മുതൽ തുടങ്ങി ഏകദേശം 5:30 അടുത്ത് നിൽക്കുന്ന ഈ ഒരു സെഷൻ ഒരുപാട് സെഷനുകൾ, ട്രെയിനിങ് സെഷനുകളിലും ഓറിയന്റേഷൻ പ്രോഗ്രാമുകളിലും സ്കൂൾ തലത്തിലുള്ള RP പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു മൊഡ്യൂളുമായിട്ടാണ് ജാസിം സാറിൻ്റെ ഈ MG ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഏകദേശം ഒരു 16-17 വയസ്സ് മുതൽ ടീച്ചിങ് ഫീൽഡിലെത്തി. എല്ലാ മേഖലയിലും ട്രെയിനിങ്, ടീച്ചിങ്, പബ്ലിക് സ്പീച്ച്, എല്ലാ രംഗത്തും നിൽക്കുന്ന ഒരാളെന്ന നിലക്ക്, പ്രത്യേകിച്ച് തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടീച്ചിങ് ആണ്. ടീച്ചിങ് മേഖലയിൽ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഫീൽഡിൽ നിന്ന് ഔട്ട്ഡേറ്റ് ആവും. അവിടെ കുട്ടികൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് എന്നുള്ളത്. ഇവിടെ ചെറിയ LP സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളെ മുതൽ പ്രായമുള്ള ആളുകൾ അവരെ നമ്മുടെ മുമ്പിൽ പിടിച്ചിരുത്താൻ സാധിക്കുന്ന എനർജൈസിങ് പ്രോഗ്രാംസ്, മൈൻഡ് ചാലഞ്ചിങ്, അതുപോലെ വളരെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു ആക്ടിവിറ്റികളാണ് യഥാർത്ഥത്തിൽ ഈ MG ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഫേസ്ബുക്കിൽ ഇതിൻ്റെ ഒരു പബ്ലിസിറ്റി, ഒരു ആഡ് കണ്ട് വാട്സപ്പിലൂടെ അന്വേഷിച്ച് പിന്നീട് അവരെ നിരന്തരമായ എൻക്വയറിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ എത്തിപ്പെട്ടത്. ഞങ്ങൾ 4 പേര് ഒരുമിച്ച് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും 2 ആൾക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ. ആ ബാക്കി 2 ആളെ കൂടി ഈ ടീമിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. ജാസിം സാറിൻ്റെ ആ ഒരു മോട്ടിവേഷൻ, സാധാരണ അദ്ദേഹം ഒരു വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. കാരണം എല്ലാവരും അവനവൻ്റെ കയ്യിലുള്ള കൺസെപ്റ്റുകൾ പരമാവധി ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ കൺസെപ്റ്റ് കൊണ്ടുപോയിക്കോ, എക്സ്പ്ലോർ ചെയ്തോ, പരമാവധി നിങ്ങൾ ഏൺ ചെയ്തോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ, ആ ഒരു മനസ്സ് ഈ കാലഘട്ടത്തിൽ എല്ലാവരും സെൽഫിഷായി പോകുമ്പോൾ തൻ്റെ കൺസെപ്റ്റ് പരമാവധി ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട്, എന്നാൽ ഏറ്റവും വൃത്തിയായിട്ട് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ടീമും കാണിക്കുന്ന ഈ ഒരു മനസ്സ് വളരെ സ്തുത്യർഹമാണ്. താങ്ക് യു MG ഇൻസ്റ്റിറ്റ്യൂഷൻ, താങ്ക് യു ജാസിം സർ. മനോഹരമായ ഒരു ക്ലാസ്സായിരുന്നു ഇന്ന്. ശരിക്കും ഞാൻ എൻ്റെ ഫീൽഡ് അഡ്മിഷൻസാണ്. ഇന്നൊരു കുട്ടി മൈസൂരിൽ നമ്മുടെ ക്യാമ്പസിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അവരുടെ കൂടെ തന്നെ എനിക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് ഒഴിവാക്കിയിട്ട് ഇവിടെ വരുമ്പോൾ എനിക്കൊരു ഇത് മുതലാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ 5 മണി ആയ സമയത്ത്, അല്ല 5:30 ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തീർത്തും ഫലപ്രദവും ലൈഫ് ലോങ് നമുക്ക് ഉപകാരപ്രദവുമായിട്ടുള്ള ഒരു ക്ലാസ്സായിട്ട് ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ സുഹേൽ ഭായി സംസാരിച്ച പോലെ തന്നെ ഇന്നോവേറ്റീവായ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും അൺഅപ്ഡേറ്റഡ് ആയി പോകും. എനിക്കിതിൽ സാർ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് ഇപ്പോഴും സ്ട്രൈക്ക് ചെയ്യാണ് മനസ്സിൽ. അതായത് നിങ്ങൾ ഇന്നിപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാം
അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്നത്തെ ദിവസം പോലെ ഇന്നും ഒരു സാധാരണ ദിവസമായി തീരും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്, ടൈം കിട്ടുമ്പോൾ ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ശരിക്കും ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ വരിക പോവുക, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ശരിക്കും നമുക്ക് വേണ്ടത് എന്തോ ആക്ടിവിറ്റീസിലൂടെ കൊടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കുട്ടികൾ മറന്നു പോകും, നമ്മൾ ചെയ്ത കാര്യങ്ങൾ കുട്ടികൾ ഓർത്തിരിക്കും. ശരിക്കും എനിക്ക് ഈ സെക്ഷന് വന്നപ്പോൾ മനസ്സിലായ കാര്യം അതാണ്. കാരണം ഗെയിംസിന്റെ ഒരു കോൺസെപ്റ്റ് ഇറക്കിയിട്ട് സാർ പറഞ്ഞാൽ ശരിയാണ്. കാരണം ഒരുപാട് ആൾക്കാർ മോട്ടിവേഷനും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഇങ്ങനെ ട്രെയിനിങ്ങിനകത്ത് നമുക്ക് എങ്ങനെയൊക്കെ ഐസ് ബ്രേക്കിങ്ങും പ്ലസ് നമുക്ക് എങ്ങനെ ഗെയിംസുകൾ കൊണ്ടുവരാമെന്നുള്ളൊരു കോൺസെപ്റ്റ് പുതിയതാണ്. ശരിക്കും ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വരണ ഇനി പോണ എന്തിനതിൻ്റെ ആവശ്യം എന്നൊക്കെ. പക്ഷെ റിയലി എൻജോയ്ഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-28 ഗെയിംസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു പ്രോഗ്രാമിന് ഇവിടെ എത്തിച്ച ഷംന ഉണ്ട്, അതേപോലെ അഡ്വർടൈസ്മെന്റ് ചെയ്ത ടീമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ശരിക്കും വരണം എന്ന് തോന്നി ഇവിടെ എത്തിച്ച് ഇവിടുത്തെ പ്രോഗ്രാമെല്ലാം ചെയ്ത് നല്ല പ്രോഗ്രാമായിരുന്നു. എനിക്ക് തോന്നുന്നു നേരത്തെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കും എല്ലാവരും അവരെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വിടാറില്ല. പക്ഷെ മൂപ്പര് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധനം എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തോ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ചെയ്യാൻ ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊതുവേ പറയാന്ന് വെച്ചാൽ ഈ സാധനം ലോക്ക് ആക്കിയിട്ട് തരിക. ചില ആൾക്കാർ PDF തരുമ്പോൾ തന്നെ ലോക്ക് ആക്കിയിട്ട് തരിക, കാരണം നിങ്ങൾ കണ്ടാൽ മതി, ഈ സാധനം നിങ്ങൾ വേറെ ലെവലിലേക്ക് ചെയ്യേണ്ട രീതിയിൽ. പക്ഷെ ഇത് ശരിക്കും നിങ്ങളിത് സ്പ്രെഡ് ചെയ്തോ എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ശരിക്കും എല്ലാവർക്കും ഇത് ഭയങ്കര ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും എന്നല്ല, നമ്മൾ കുട്ടികൾക്ക് ശരിക്കും ഈ വരുന്ന കാലങ്ങളിൽ ടീച്ചിങ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ആവശ്യമില്ല. കാരണം കുട്ടികൾക്കെല്ലാം അറിയാം, നമുക്ക് മെന്റർ ആകുക എന്നുള്ളതാണ് വേണ്ടത്. മെന്ററിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ആവശ്യം. അപ്പോൾ നല്ലൊരു പ്രോഗ്രാം ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല കുറേ കാര്യങ്ങൾ കിട്ടി. ഇനിയും ഇതിന്റെ അപ്ഗ്രേഡ് വേർഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വന്നിട്ട് ജോയിൻ ചെയ്യേണ്ടിയിരിക്കും. ശരി, എനിവേ താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അധ്യാപകനാണ്. LP സ്കൂളിൽ ആണ് പഠിപ്പിക്കുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അധ്യാപക ട്രെയിനിങ് മേഖലയിലും രക്ഷിതാക്കൾക്കുള്ള ക്ലാസ്സുകളിലുമൊക്കെ ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് ലഭിച്ചിട്ടുണ്ട്. വളരെ ഉപകാരപ്രദമായിരുന്നു. പലപ്പോഴും ആർക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിലും അവരുടെ മനസ്സ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ഫലപ്രദമായ കുറേ ഗെയിമുകളാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും അത് ഉപകാരപ്പെടും. ജാസിം സാറിനും ഈ സംരംഭത്തിനും എല്ലാവിധ ആശംസ. എന്തായാലും ഈ പ്രോഗ്രാം വളരെയധികം എനിക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും, ആ ഒരു തോന്നലുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് വേദികൾ കിട്ടുന്നുണ്ട് പിള്ളേർക്ക് ട്രെയിനിങ് ആയിട്ടും അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലെന്താ വെച്ചാൽ പിള്ളേർ നമ്മൾ ക്ലാസ് എടുക്കാൻ കയറുമ്പോൾ എന്താണ് പഴയ സാർമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരെ മൈൻഡിൽ നമുക്കൊന്ന് ഒരിടം പിടിക്കാൻ ഏറ്റവും ബെറ്ററായിട്ട് കുറച്ച് ഗെയിംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഗെയിംസ് അവിടെ ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അവരെ കയ്യിലെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ആ ഒരു ട്രെയിനിങ് ഫീൽഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതായത് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ കരിയറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി. ഒന്നും പറയാനില്ല, അടിപൊളി പരിപാടി എന്ന് വെച്ചാൽ അടിപൊളി പരിപാടിയായിരുന്നു. സമയം മതിയായില്ല എന്ന് മാത്രമേ തോന്നിയുള്ളൂ. കാരണം വെച്ചാൽ 50 പ്രോഗ്രാം പ്രതീക്ഷ വന്നിട്ട് 28 ആയിട്ട് തന്നെ മനസ്സും വയറും ഒക്കെ നടന്നു. ഇനിയും ഇൻഷാ ഇതുപോലെ പരിപാടിക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. ഇതിൻ്റെ അപ്ഡേഷൻ പരിപാടി ഉണ്ടെങ്കിൽ അറിയിക്കാം ഇൻഷാ. എല്ലാവരും വന്നാലും പൈസക്കും എന്തുകൊണ്ട് വേർത്താണ്, എല്ലാവർക്കും ഉപകാരമാണ്. അതുപോലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സാറിൻ്റെ ഈ സാധനം ഈ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം കൊടുത്തതോടെ തീരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ തക്കതാപ്പെടുന്നത്. നമ്മൾ ജാസിം സാറ് അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് എത്തിച്ചേർന്ന നല്ലവരായ എൻ്റെ സുഹൃത്തുക്കൾ, വളരെ സന്തോഷം തോന്നിയാണ്. നമ്മൾ രാവിലെ 10 മണി മുതൽ 5 മണി വരെ വളരെ ശ്രദ്ധയോടെ വളരെ ഒരു മുഷിപ്പുമില്ലാതെ നല്ല ഒരു പ്രോഗ്രാമായിരുന്നു നമുക്കിവിടെ നടന്നത്. കയറി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് അറിവുകളും നമ്മൾ സംഭരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നത്. നമുക്കറിയാം, ഞാൻ എൻ്റെ ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു LP സ്കൂൾ അധ്യാപകനാണ്.
കുട്ടികളെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കുറേ കുട്ടികളെ ഒരു കളിയിലൂടെ രസിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിനെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി നല്ലൊരു അധ്യാപകനായി മാറാൻ ഇന്നത്തെ ഒരു ക്ലാസ് തീർച്ചയായും പ്രയോജനപ്പെടുന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഇതുപോലെ തന്നെ ഇന്നത്തെ ഒരു ക്ലാസ് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലായി ഒന്നും പറയുന്നില്ല. നല്ല ഒരു പെർഫോമൻസ് നടത്തിയ നമ്മുടെ ജാസിം സാർ, അതേപോലെ തന്നെ ക്ലാസിൻ്റെ എല്ലാ സെഷനിലും നന്നായി ഇടപെട്ട നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും നന്നായി ഇടപെട്ടിട്ട് എല്ലാവർക്കുമുള്ള ഒരു നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. അപ്പോൾ കൂടുതലായി